ദില്ലിയിലെത്തിയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലബ്സണെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പന്തളം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചു. തനിക്കൊന്നും അറിയില്ല എന്ന് പ്രതിയുടെ പ്രതികരണം. MDMA കൈവശം വെച്ചതിന് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നാണ് നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലബ്സനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. പ്രതികളിൽ ഒരാൾ ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം ചെയ്തിരുന്നു. ദില്ലിയിലെത്തി സാഹസികമായാണ് പ്രതിയെ പിടികൂടിയതെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു. പ്രതിയുടെ സംഘം തിരിച്ചാക്രമിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഈ കേസിൽ നമ്മൾ ആൾറെഡി നേരത്തെ ഒരു 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കസ്റ്റഡിയിലെടുത്ത് ചോദിച്ചതും നമുക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് അന്വേഷിച്ചപ്പോൾ ഈ സപ്ലൈ ചെയിനുള്ള ഒരു പ്രധാന കന്യാണ് ഇദ്ദേഹമാണ് ഈ സാമുവൽ ക്ലബ്സൺ. ഇദ്ദേഹം ഒരു നൈജീരിയൻ നാഷണലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ ഡൽഹിയിൽ ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലായി. ഡൽഹിയിൽ ടീമായിട്ട് പോയതാണ്. അവിടെ പോയിട്ട് ഡൽഹി പോലീസുടെ സഹായത്തോടെ ഉത്തം നഗർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഈ ഫോറിൻ നാഷണൽസ് കൂടുതൽ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു റിസ്കി ആയിട്ടാണ് ഈ കേസ് ഓപ്പറേറ്റ് ചെയ്ത് ഈ പ്രതിയെ പിടിക്കാൻ സാധിച്ചു. കേരളത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്ന അന്തർ സംസ്ഥാന ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് നൈജീരിയൻ പൗരനായ സാമുവൽ ക്ലബ്സൺ. ലഹരിയുടെ ഉറവിടം കണ്ടെത്തുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.